ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലെ മാടവന ഇൻഡസ്ട്രിയൽസ് ഏജൻസീസ് ആണ്. മാടവന പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കറുകുറ്റിയിൽ അപ്പോളോ ഹോസ്പിറ്റലിന്റെയും പാരഗന്റെയും അടുത്തായിട്ടാണ് മാടവന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശസ്തമായ ഇക്കോ സ്റ്റാർ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തെ ഓണറായ ദേവസേട്ടൻ പറയും. നമുക്ക് ദേവസേട്ടനിലേക്ക് പോവാം. നമസ്കാരം, എൻ്റെ പേര് ദേവസി. മാടവന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം അങ്കമാലിലാണ്. ഇക്കോ സ്റ്റാർ SS വാട്ടർ ടാങ്ക് ആണ് എൻ്റെ ബ്രാൻഡ്. ഞാൻ എൻ്റെ ഈ പ്രോഡക്റ്റുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം ദേവസേട്ടാ. ദേവസേട്ടൻ എന്റെ നാട്ടുകാരനാണ്. ദേവസേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദേവസേട്ടൻ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഗൾഫിലായിരുന്നല്ലോ. ഒരുപാട് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഗൾഫിൽ എക്സ്പീരിയൻസ് എന്താണ് ഒരു പ്രവാസി എന്ന രീതിയിൽ? ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കലാണ്. ഞാൻ ഭാഗ്യം കൊണ്ട് ഞാൻ ബോംബെയിൽ 2 വർഷം ജോലി ചെയ്തു, BRCയിൽ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട്. പിന്നെ സർട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ അബുദാബി, ഖത്തർ, ഒമാൻ, സൗദി, ഇവിടെയൊക്കെ ഖത്തർ പെട്രോളിയം, ബ്രിട്ടീഷ് പെട്രോളിയം, PDO ഇങ്ങനത്തെ നല്ല സ്ഥാപനങ്ങളിലൊക്കെ കമ്പനി ഇൻസ്പെക്ടറായിട്ട്, വെൽഡിംഗ്, പെയിന്റിംഗ്, കോട്ടിംഗ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ നിന്ന് കിട്ടിയ നമ്മുടെ എല്ലാ ക്വാളിറ്റിയിലും പ്രചോദനമാണ് നമ്മുടെ ഇക്കോ സ്റ്റാർ എന്ന പ്രോഡക്റ്റ്. തീർച്ചയായിട്ടും. ഇക്കോ സ്റ്റാർ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ? ഞാൻ കോവിഡിന് ശേഷം ഗൾഫൊക്കെ കാര്യങ്ങളൊക്കെ നിർത്തി ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 2020 ശേഷം ഞാൻ ഇവിടെ തുടങ്ങിയ അങ്കമാലി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ സ്ഥാപനം. മാനുഫാക്ചറിങ് സ്വന്തമാണ്. അതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെ ചെയ്യണത്. ഓയില് പർച്ചേസിങ് കാര്യങ്ങളും അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ദേവസേട്ടാ, അത് കൂടാതെ നമുക്ക് ഈ ഇക്കോ സ്റ്റാർ അല്ലാണ്ട് നമുക്ക് ഇവിടെ മാടവന ഏജൻസിയിലെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അത് എത്ര വർഷമായി നമ്മൾ ഏജൻസി ആയിട്ട് തുടങ്ങിയത്? ഞാൻ ഓയിൽ ഫീൽഡായിരുന്നു. 28 ഡേയ്സ് വർക്കിംഗ്, 20 ഡേ റെസ്റ്റ് ആയിരുന്നു. അപ്പൊ 2011 ഞാൻ മാടവന ഏജൻസീസ് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയ സാനിറ്ററി, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പെയിന്റ്, ഹാർഡ്വെയർ. ഞങ്ങൾ ജാഗ്വാറിന്റെ ഒക്കെ ഓതറൈസ്ഡ് ഡീലറാണ് ഇവിടെ. ദേവസേട്ടാ, അതായത് നമ്മളിപ്പോ അതിന്റെ ഒരു പ്രചോദനമാണ്, ഗൾഫിലെ പ്രചോദനമായിട്ടാണ് ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇക്കോ സ്റ്റാർ. അപ്പൊ ഇക്കോ സ്റ്റാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ ആൾക്കാർക്കൊന്ന് പരിചയപ്പെടാനായിട്ട്? ശരിക്കും ടാങ്ക് നിർമ്മാണം അതിന്റെ ഒരു പാഷനാണ്. മറ്റ് ബിസിനസ്സിനേക്കാളും കൂടുതൽ സംതൃപ്തിയതാണ്. നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ 250, 500, 1000 ലിറ്റർ, 1200, 1500, 2000 ഒക്കെ ഡൊമസ്റ്റിക് ടാങ്കുകളൊക്കെ വീട്ട് ആവശ്യത്തിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫയർ ഫൈറ്റിംഗ് പർപ്പസിന്, ഫുഡ് പ്രോസസിങ്ങിനൊക്കെ ആയിട്ട് 7000 ലിറ്റർ കപ്പാസിറ്റിയുടെ ടാങ്കുകൾ നമ്മൾ അങ്കമാലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അങ്കമാലിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലേ? അതെ, അങ്കമാലി ടൽക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ യൂണിറ്റ്. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇതിന്റെ. നമ്മുടെ ഈ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ബേസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വാളിറ്റി ബേസിൽ? പറഞ്ഞല്ലോ, ക്വാളിറ്റിയിൽ ആയതുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ്, മെറ്റീരിയൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെക്ക് ചെയ്ത് വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ ഇല്ല. അതിന്റെ കാരണം ഞാൻ കൂടുതൽ സെല്ലിങ് വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ്. നമുക്ക് കടൽ തീരം കുറെ ഉണ്ട്. കറക്റ്റ് pH ആയിരിക്കണം വെള്ളം. അയൺ കണ്ടന്റ്, TDS, ഹാർഡ്നെസ് ഒക്കെ വിതിൻ ലിമിറ്റിലാണെങ്കിൽ മാത്രമേ 314 നല്ല സൂട്ടബിൾ ഉള്ളൂ. അല്ലെങ്കിൽ 316 ഗ്രേഡിലേക്ക് പോകണം. കാരണം ഉപ്പുകാറ്റ് അടിക്കുന്ന ഭാഗങ്ങള്, വെള്ളത്തിന് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിന്റെ ലൈഫും കുറക്കും. അത് കസ്റ്റമറെ മനസ്സിലാക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ ടാങ്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ടാങ്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ദേവസേട്ടൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ ക്ലൈമറ്റിനനുസരിച്ചും, കടലിലുള്ള സ്ഥലത്ത് വേറെ ടൈപ്പ് ടാങ്ക്, പിന്നെ മഴയുള്ള സ്ഥലത്ത് പിന്നെ അതിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടി പറയാമോ? വ്യക്തമായിട്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി, കാരണം നമുക്ക് നോർമല് സാധാ കിണർ വെള്ളമുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട്, കോർപ്പറേഷൻ വാട്ടർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ റിവർ ബെഡ് ബേസ് വാട്ടർ. അതിന്റെയൊക്കെ TDS, ഹാർഡ്നെസ് ഒക്കെ നോർമൽ ലെവലാണ്. അതൊക്കെ 304ന്റെ ടാങ്ക് നല്ലതാണ്, കുഴപ്പമില്ല. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഹിൽ ഏരിയ, നമ്മുടെ നോർമൽ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡ്രിങ്കിങ് വാട്ടർ, നല്ല ക്വാളിറ്റി വെള്ളത്തിന് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം ഈ സ്റ്റീൽ ടാങ്കിന് ഡാമേജ് ആക്കാൻ പറ്റില്ല. ചില ഏരിയയില് ഡീപ്പ് ബോർവെല്ലൊക്കെ ഉണ്ടാവും. ആ ബോർവെല്ലില് ഹാർഡ്നെസ് കൂടുതലായിരിക്കും, TDS, അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ 0.3 ppm കൂടുതൽ അയൺ കണ്ടന്റ് വന്നാൽ സ്ലോലി കൊറോഷൻ വരും, കളർ ചേഞ്ചസ്, കൊറോഷൻ സ്റ്റെയിൻ വരും, പിന്നെ പിറ്റിംഗ് കൊറോഷൻ വരും, ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ലൈഫ് കുറവായിരിക്കും. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ടാങ്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതെ, 304 ഗ്രേഡിൽ 0.6 mm ഉണ്ട്, 0.8 mm വാൾ തിക്നെസ് ഉള്ള ടാങ്ക് ഉണ്ട്. പിന്നെ 316 L ഗ്രേഡുള്ള ടാങ്ക് ഉണ്ട്. അതാണ് സുപ്പീരിയർ ഗ്രേഡ്. ശരിക്കും ഈ ഇക്കോ സ്റ്റാറിന്റെ ഇപ്പൊ പറഞ്ഞ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് 1200 ലിറ്റർ കപ്പാസിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ് ടാങ്ക് ആണ്. അതെ, 304 ഫുഡ് ഗ്രേഡ് ആണ്. നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ 304 ഫിറ്റ് ഫോർ പർപ്പസ്. നമുക്ക് 10-25 വർഷം ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം
ആ നല്ല വെള്ളത്തിന് ഈ ടാങ്കിനെ ഡാമേജ് ആക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാവും, അതിന്റെ ടാങ്ക്, അതിന്റെ എയർ പോലുള്ള ബ്രീത്തർ വാൽവ്, പിന്നെ ഇൻലെറ്റ് ഉണ്ടാവും, പിന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ നമുക്ക് പ്രൊവൈഡ് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ഈ ടാങ്കിന്റെ പ്രത്യേകത ഇതിന്റെ അടിഭാഗം കോണിക്കൽ ഷേപ്പാണ്. അപ്പൊ ഇതിന്റെ വാൽവ് തുറന്നാൽ 100% ഡ്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അതിന്റെ ഷേപ്പ് ഉണ്ട്, കോണിക്കൽ ഷേപ്പാണ്. അപ്പൊ ഇതിന്റെ അടിയിൽ നിന്ന് വാൽവ് തുറന്നിട്ടുണ്ടെങ്കിൽ 100% ഡ്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ 2 ഇഞ്ചിന്റെയാണ് ഔട്ട്ലെറ്റ്. നമുക്ക് സപ്ലൈ കൊടുക്കുന്നത് ഔട്ട്ലെറ്റ് 2 ഇഞ്ചാണ്. ഇതിന്റെ സ്റ്റാൻഡ്, നെറ്റ്, ബോൾട്ട്, ഷെല്ല്, ഡിഷ്, ബ്രീത്തർ എല്ലാം യാതൊരു കളങ്കുമില്ല. 100% മെറ്റീരിയൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് ഉറപ്പ് പറഞ്ഞു വാങ്ങിക്കാൻ പറ്റും. നമുക്ക് നോർമലി 304 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 316ന്റെ 12 വർഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ വെള്ളം നല്ലതാണ്, നമ്മൾ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാം. എക്സ്റ്റേണല് ഇൻസൈഡും ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്താൽ 10-30 വർഷം വരെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പൊ ചേട്ടൻ നേരത്തെ കാണിച്ചോളൂ, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിഞ്ഞൂടാ. ഈ ഇതിന്റെ എയർ വാല്യൂവിന്റെ സിസ്റ്റം ഒന്ന് പറഞ്ഞുതരാമോ, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ? എയർ നമുക്ക് നമ്മൾ ഇന്ന് ഡ്രെയിൻ ചെയ്യുമ്പോൾ എയർ അകത്തേക്ക് പോകണം. ബക്ലിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി വെൽഡിംഗ് ആവശ്യമുണ്ട്. അതിനാണ് എയർ വാൽവ് കൊടുക്കുന്നത്. സയന്റിഫിക് ആയിട്ട് ചെയ്തതാണല്ലേ? ഇത് എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്. PVC-യുടെ PP ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും, വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും. പിന്നെ രണ്ടാമത് പറഞ്ഞ സാധനം എന്താണ്? എയർ ഇത് ഇൻലെറ്റ്, വെള്ളം നമുക്ക് പമ്പിൽ നിന്ന് വരുന്ന ലൈനാണ് ഇത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളിന് പ്രൊവിഷൻ ആണ്. ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കുന്നത്. ഞാൻ കേരളത്തിൽ മറ്റെല്ലാ കമ്പനിയുടെയും പച്ച കളർ PP ഒക്കെയാണ്. അത് ചൂട് കൂടുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, ഇത് പൊട്ടിപ്പോകും. നമ്മള് SS-ന്റെ മാത്രമാണ് എല്ലാം ചെയ്യുന്നത്. ഇത് എങ്ങനെ ക്ലീനിങ് സിസ്റ്റം ഒന്ന് പറഞ്ഞുതരാമോ? ഇത് തുറന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് മെയിൻ്റെനൻസ് ആവശ്യമാണ്. ക്യാമറ ആയാലും ബൈക്ക് ആയാലും കാർ, എന്തിനും സർവീസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വെള്ളം ആയതുകൊണ്ട് അല്പം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ എക്സ്റ്റേണലിൽ നമ്മളൊരു 3-4 മാസം കൂടെ ഒന്ന് തുടക്കുക. ഈ ഗ്രൂവിലൊക്കെ ഈ ഡസ്റ്റ് ഇരിക്കും, മോയ്സ്ചറൊക്കെ വന്ന് ഇതിൽ നിന്നും നമ്മളൊരു 10 വർഷം ഒന്നും കഴുകാതെ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു 5 മാസം ഒക്കെ കഴിയുമ്പോൾ അകം തുറന്നു നോക്കാം. നല്ല കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇത് ലൈഫ് കൂടുതൽ കിട്ടും. 100% പോകും. ഇതിന്റെ വെൽഡിംഗ് ഗ്രിഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന്റെ വെൽഡിംഗ് ആണ്, സീം വെൽഡിംഗ് ആണ്. സീം വെൽഡിംഗ് പ്രോസസ് ഇതിന് ഹീറ്റ് ഇൻപുട്ട് വളരെ കുറവായിരിക്കും. കാരണം ഇതിന്റെ തിക്നെസ് 0.8 ആണല്ലോ. അപ്പൊ ഇത് സീം വെൽഡിംഗ് പ്രോസസ് ആണ്, ലോ ഹീറ്റ് ഇൻപുട്ട് പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള കൊറോഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഫുൾ QC ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്ത് ലീക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വിടുന്ന പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത്രയും കോൺഫിഡൻസ് ആയിട്ട് ദിവസം നമുക്ക് പരിചയപ്പെടാൻ പറ്റും. കാരണം ഇതിന്റെ ഏറ്റവും ടോപ്പ് എത്ര ലിറ്റർ വരെ ഉണ്ട്? നമുക്ക് 7500 ലിറ്റർ വരെ ഉണ്ട് ഫയർ ഫൈറ്റിംഗിന് പോകുന്നത്. നമ്മളിപ്പോ ഓർമ്മ ഇരിപ്പുണ്ട് 7500. ഇന്ത്യൻ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട് പ്രോജക്ട്. ട്രിവാൻഡ്രം ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റല്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ 80,000 ലിറ്ററിന്റെ ടാങ്ക് 18 ടാങ്ക് 5000 കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലാഞ്ചിൽ കണക്ഷൻ ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ബിൽഡിങ്ങിന്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ലോഡ് വരില്ല. ബിൽഡിങ്ങിന്റെ ബീം കോളൊക്കെ അനുസരിച്ച് നമുക്ക് പൊസിഷൻ ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ചേട്ടന്റെ വീഡിയോയിൽ ഞാൻ ആദ്യം കണ്ടത് ക്രെയിനിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന വലിയൊരു ടാങ്ക്. അതാണല്ലേ? അത് ഇവിടെ ഇപ്പൊ നമുക്ക് കാണിക്കാനില്ല. 5000 ഒരു ടാങ്ക് ഉണ്ടെന്ന് മാത്രമല്ല, 5000 ഒരു ടാങ്ക് നമുക്ക് പുറമെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രേഡ് നമുക്ക് എങ്ങനെയാണ്? കേരള ഗവൺമെന്റിന്റെ ആണോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആണോ? അങ്ങനെ സർട്ടിഫിക്കേഷൻ ഇതിന്റെ മെറ്റീരിയലിന് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, NTC ഉണ്ടാവും, ജിന്ദാൽ സ്റ്റെയിൻലെസ്സിന്റെ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോയിൽ പ്രൊക്യൂർ ചെയ്യുമ്പോൾ അതിന്റെ ഹീറ്റ് നമ്പർ, അതിന്റെ വിട്ട്, അതിന്റെ സർഫസ് ഫിനിഷ് ഇതെല്ലാം നോക്കും. അതിന്റെ ലോഡ് നമ്പർ ഒക്കെ സ്റ്റാമ്പിങ് ഉണ്ടാവും. അപ്പൊ ആ ട്രേസിബിലിറ്റി ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ലാബിലെ സ്പെക്ട്രോ കെമിക്കലിൽ കൊടുത്ത് ഒന്നുകൂടി റീകൺഫേം ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് പേടിക്കണ്ട, ക്വാളിറ്റിയിൽ നമുക്ക് ഒരു പേടിക്കണ്ട. അപ്പൊ ദേശേട്ടന്റെ പ്രോഡക്റ്റ് ആണ്, നമ്മുടെ കറുകുട്ടിയിലെ ഒരു സ്വന്തം പ്രോഡക്റ്റ് ആണ്, ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്, അങ്കമാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഒന്നും പേടിക്കാണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ സ്വന്തം മാടവൻ ഏജൻസിയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ ദേവസേട്ടാ, നമുക്കൊരു ദിവസം ദേവസേന്റെ ഇൻഡസ്ട്രിയൽ വീഡിയോ നമുക്കൊന്ന് എടുക്കണം, ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാനായിട്ട്. അപ്പൊ വീഡിയോ നമുക്ക് ദേവസേട്ടൻ കാണിച്ചു തന്നായിരിക്കും. നമ്മുടെ വേറൊരു വീഡിയോയില് നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഡീറ്റെയിൽ ആയിട്ട് വിസിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ദേവസേട്ടാ, ഈ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.